കരിങ്കല്ലിൽ വിരിയും നുരകളെ, വെയിലത്ത് വിരിച്ചിടും തുണികളെ, അല്ല മിഴികളെ, മനസ്സിന്റെ വെണ്മയിൽ വിരിയും എൻ അനുരാഗത്തിൻ പദനുരകളെ. നിർത്തടോ, ഇതെന്താ സോപ്പ് പൊടിയുടെ പരസ്യമാണോ? അല്ല, ഈ കരിങ്കല്ല് എന്ന് കവി ഉദ്ദേശിച്ചത് ഈ വർത്തമാന കാലത്തിലെ മനുഷ്യന്റെ മരവിച്ച ഹൃദയത്തെയാണ്. സാറിന് കീറിക്കളഞ്ഞത് എന്റെ ഹൃദയത്തെയാണ്. എടോ, തന്റെ ജീവിതമല്ല മാപ്പിളപ്പാട്ട്. എടോ, വരികൾക്കിടയിൽ വമ്പത്തി, മൊഞ്ചത്തി, മൈലാഞ്ചി, ഇഷ്ക്, ഇശൽ എന്നൊക്കെ ഭരണം. നീ എന്റെ കൽബാണി, ഞാൻ നിന്റെ കുടലാണി, നെഞ്ചിനുള്ളിൽ പതറാണി, 4 3 7 അതൊക്കെ വരണം. നായികയുടെ പേര് ഫാത്തിമ, സൈനബ, ഫർഹാന, റജുല, കിജുല എന്നൊക്കെ പറഞ്ഞാലേ ഈ വിവരമില്ലാത്ത പ്രേക്ഷകരെ കൊണ്ട് നമ്മുടെ സീഡി വാങ്ങിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ല, നമ്മുടെ ഈ സ്ഥിരം പാറ്റേൺ ഉണ്ടല്ലോ, അതൊന്ന് പൊളിച്ചൂടെ സാർ? നിങ്ങളാരാണ് മിസ്റ്റർ? ഞാനാണ് ഈ ആൽബത്തിന്റെ ഡയറക്ടർ ജമാൽ രണ്ടത്താണി. താൻ എത്ര അത്താണിയാണെങ്കിലും എനിക്കൊരു ചുക്കൂല്ല. ഈ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാലേ മൂന്നാറിലെ റിസോർട്ടൊന്നും അല്ല, പൊളിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ. സാർ, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ വരികൾ എഴുതിയത്. ആണാ? അന്റെ പേരെന്താ? കോരപ്പുഴ കോയം. മിസ്റ്റർ കോരെ, ഇനി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. വരും 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 വരും. പേരോടിന്റെ ഈണം അങ്ങനെ ആപ്പൂപ്പകളുടെ വരികൾക്ക് കൊടുക്കാനുള്ളതല്ല. ഇത് കേട്ടോളി, ലക്ഷണമൊത്തൊരു മാപ്പിളപ്പാട്ട്. വമ്പത്തി നിന്റെ മൈലാഞ്ചി, കൽബിലെ മുഹബത്ത, ഫാത്തിമയല്ല, ഫർഹാനയല്ല, റജുലയല്ല, ഫിത്തുലയല്ല, നീ ജന്നത്തിലെ ഹൂറിയാണ് നീ. ഇതാണ് മാപ്പിളപ്പാട്ട്. എന്താ ഇത്? കുറച്ച് അഡ്വാൻസ് ആണ്, എങ്ങനെയെങ്കിലും നമ്മളൊന്ന് സഹായിക്കണം. ഈ കാഫർ വരികളെ മാപ്പിളയാക്കാൻ ഇതൊന്നും പോരാ. റഫീഖെ, ഈ വരികൾക്കിടയിൽ മാപ്പിള പദങ്ങൾ തിരികെ കയറ്റണം. സാറേ, നമ്മുടെ പദങ്ങൾ ആ വരികളുമായി കൂടി ചേർന്നാൽ ആകെ കുഴപ്പാവുന്നു. സാറേ, എങ്ങനെയെങ്കിലും ഇവരൊന്ന് സഹായിക്കണം. അതെ അതെ അതെ, ഞങ്ങളുടെ ആദ്യത്തെ സംരംഭമാണ്. ഇതിന് സാർ തന്നെ ഈണിട്ടേ പറ്റൂ, അല്ലേ? പിന്നെ ആ ഈണത്തിന് ഈ പണം പോരെങ്കിൽ പറയണം. ഓക്കെ ഓക്കെ ഓക്കെ. കോരപ്പുഴയുടെ വരികളുടെ മതം നമ്മൾ മാറ്റും. നിങ്ങളുടെ ആദ്യത്തെ വർക്കിന് പേരോട് ഈണമിടും. പണത്തിന് മുകളിൽ ഈണവും പറക്കില്ല. ഇല്ല, നിങ്ങൾ പണമിറക്കൂ, ഞാൻ ഈണമിറക്കാം. ഒരു കിടിലൻ ഹിറ്റ് ഞാനുണ്ടാക്കാം. കൊണ്ടത്തി നിന്റെ മൈലാഞ്ചി, കൽബിലെ മുഹബത്ത, ഫാത്തിമയല്ല, ഫർഹാനയല്ല, റജുലയല്ല, നീ. ഈ പേരോടിന് ഒടുക്കത്തെ ജാടയാണല്ലേ. കാലക്കേടിന് ട്യൂണുകളും ഹിറ്റുകളും മെഗാ ഹിറ്റുകളുമായി പോയില്ലേ. തൽക്കാലം മൂപ്പര് പറയുന്നത് കേക്ക്, ഞമ്മക്കും വേണ്ട ഒരു ഹിറ്റ്. ആ ഹിറ്റ് എന്റെ അഭിമാനത്തിൽ തൊട്ട് വേണ്ട. അത് ഈ അഭിമാനമുള്ള ആൾക്കാർ പറഞ്ഞപ്പോരേ. എന്റെ വരിയിലങ്ങനെ തൊട്ട് ആ കഴിഞ്ഞാൻ വിട്ടും. നിന്റെ വാരിയല്ലൊന്നുമല്ലല്ലോ ഈ വരി തൊട്ടാ വെട്ടാനായിട്ട്. എടാ, CD വിറ്റ് പോണെങ്കിലേ ചില കോംപ്രമൈസ് ഒക്കെ വേണ്ടി വരും. കൺട്രോളർ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പേരോട് കീറിക്കളഞ്ഞതേ എന്റെ ഹൃദയമായിരുന്നു. എടാ, ഒരു ഗാനരചയിതാവായി തീരണമെങ്കിലേ ഹൃദയം ഇനിയും പിച്ചു ചെന്നാനായിട്ട് ആൾക്കാർ ഒരുപാട് പേര് വരും. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നിന്റെ 2 പാട്ടേ ഈ ആൽബത്തിലുള്ളൂ. അതങ്ങനെ? അതങ്ങനെയാ. ഞാൻ 6 പാട്ട് എഴുതി കഴിഞ്ഞാലേ. നമ്മുടെ സംഗീത സംവിധായകന്റെ താല്പര്യം കണക്കിലെടുത്ത് ഒരു 4 പാട്ടുകൾ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് എഴുതിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒരുമാതിരി സിനിമാക്കാരെ സ്വഭാവം കാണിക്കല്ലേ. ഞാനാ ഈ പ്രൊഡ്യൂസർ ഉണ്ടാക്കിയത്. അപ്പൊ നീ എന്റെ വാപ്പയായോ? അതല്ല, ഈ പാവപ്പെട്ടവരും ഇത്രയും നല്ല കലാഹൃദയമുള്ളവരുമായ എന്റെ പ്രൊഡ്യൂസറെ ചെലവിൽ ഒരുത്തനും കൺട്രോളറും ഡയറക്ടറും ചമയണ്ട. സാറുവാ, നമുക്ക് ലാലൂസിനെ കൂടി ജയിക്കാം. വാ കോയമോനെ, ജമാല് പറഞ്ഞതിൽ കാര്യമുണ്ട്. എടാ, അടുത്ത ആൽബത്തിലെ കംപ്ലീറ്റ് പാട്ടും നീ എഴുതിക്കോ. ശരി, ഞാനിപ്പോ എഴുതി കൊടുത്ത 2 പാട്ടുകളിലും ഒന്നും മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. മാറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കുത്തി തിരികണമെന്നല്ലേ പറഞ്ഞോളൂ. എടാ, പേരോട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുത്തി കയറ്റി ആ പാട്ട് എങ്ങാനും ഹിറ്റായി കഴിഞ്ഞാൽ പേരാർക്കാ? ആർക്കാ? നിനക്ക്. അങ്ങനെ ഒരു ഹിറ്റ് പാട്ട് എഴുത്തുകാരനായി ബെൻസിലൊക്കെ കയറി അങ്ങോട്ട് പോകുമ്പോ നമ്മളെയൊക്കെ കണ്ട ഓർക്കോ ആവോ? അങ്ങനെ ഞാൻ മറക്കോ? അഥവാ അങ്ങനെ എങ്ങനെ സംഭവിച്ച എന്റെ ബെൻസുകാരന് മുമ്പിലൊക്കെ നിന്ന് കൈ നീട്ടിയാലേ ഇടിച്ച് തെറിപ്പിക്കും ഞാൻ. കോയമോനെ, നോ, കോരപ്പുഴ കോയമോൻ. പോകുമ്പോ മോന്തൻ തല്ലി വീഴല്ലേ.
സാർ 6 പാട്ട് സ്റ്റുഡിയോയിൽ ട്രാക്ക് പാടി വെച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമുണ്ട് സാർ. ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങക്ക് എന്നാലും പറ. അല്ല സാർ, അതിലൊരു പാട്ട് ഞങ്ങൾ ഇങ്ങനെ എഴുതി ഞാൻ പറയാം. അതായത് കബീർ മുണ്ടക്കയത്തിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണം. ആ അഹങ്കാരിയുടെ പാട്ട് എന്റെ ട്യൂണില്ല. നോ 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 നോ, ഒരിക്കൽ ഞാനിട്ട് ട്യൂണിൽ കയറിയ ആ നാരി ഹിറ്റായത്. സോറി സാറ്, മുണ്ടക്കയത്തിന് മലപ്പുറത്തൊക്കെ ഒരുപാട് ആരാധകരുണ്ട്. ഗൾഫിൽ പോലും അയക്ക് നല്ല പേരാ. ആ വൃത്തിയേട്ടവന്റെ കഴുതരാകെ എന്റെ സംഗീത സംവിധാനത്തിൽ വേണ്ട. വിതരണക്കാരൻ നിർബന്ധമാണ് അവന്റെ തലയും പേരും CD കവറിൽ വേണോന്ന്. പണം വേണമെങ്കിൽ പറഞ്ഞോളി, ഞമ്മള് തരാ. ഓക്കെ, അവൻ പാടുമ്പോ സ്റ്റുഡിയോയിൽ റഫീക്ക് മതി. ഞാൻ ആ വഴി വരൂല. അത് വേണോ? വേണം. പിന്നെ പണയിനിയും വേണം. റഫീഖ്. ഹലോ ഹലോ സാർ, ഞാൻ മത്തായിയാണ്. സാർ, ഞങ്ങള് പാട്ടുപുര സ്റ്റുഡിയോയിൽ സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ആ ഓക്കെ ഓക്കെ സാർ. എന്താ പറഞ്ഞത്? അതെ, മുണ്ടക്കൈയുടെ പാടാൻ വരുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു പാട്ട് പാടിക്കാം. മൂപ്പരെ നേരിട്ടൊന്ന് കാണുകയും ചെയ്യാലോ. ആമിനക്കും ഇന്റെ കിട്ടിയോക്കും മുണ്ടക്കയത്തിന് വലിയ ഇഷ്ടം. അതെ അതിനും മാത്രം സംഭവമൊന്നുമില്ല അയാള്. അതെ, ഈ സംഭവം അല്ലാത്തവർ സംഭവമാക്കുന്നതാണല്ലോ നമ്മുടെ നാട്ടിലെ ട്രെൻഡ്. ഇനി ഈ അഹങ്കാരിയെ കൂടി അങ്ങ് സഹിച്ചേക്കാം. എന്റെ വരി എങ്ങനെ തിരിച്ച് പാടിയാ മുണ്ടക്കത്തിന് മണ്ടേനടിച്ചു കൂട്ടി. സാറേ സാറേ, ഞാനിപ്പോ ഫോൺ ചെയ്ത് മത്തായി. സ്റ്റുഡിയോയിലേക്ക് വരൂ. ഞാൻ പാടുന്ന പാട്ടിൽ ഞാൻ തന്നെ അഭിനയിക്കും. സൗകര്യം വിളിച്ചാ മതി. സാറേ, ഞാനാ മത്തായി. മത്തായി താനാണല്ലോ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത്. താനാരാ? അല്ല സാറേ, പ്രോ കൺട്രോളർ മത്തായി. എന്റെ കൺട്രോൾ തെറ്റിക്കാതെ മാറടോ. മാറടോ ദുഷ്ട. ഒരു പാട്ട് ഞങ്ങളുടെ ആൽബത്തിന് വേണ്ടി സാറിന് പാടണം. എനിക്ക് പാടാൻ മനസ്സില്ല. കേട്ടില്ലേ, സാറിന് അങ്ങനെ പാടാൻ മനസ്സില്ലാന്ന്. ഞങ്ങൾ ഉപേക്ഷിക്കരുത്. പൈസ ഞങ്ങൾക്കൊരു വിഷയമല്ല സാർ. എനിക്കതൊരു വിഷയമാണ്. അതിരിക്കട്ടെ, താങ്കളാണ് പ്രൊഡ്യൂസർ? പാവപ്പെട്ടൊരു പ്രൊഡ്യൂസറാണ് സാർ. ഇതാപ്പം നന്നായത്. പാപ്പേട്ടൻ എങ്ങനെ പ്രൊഡ്യൂസർ ആവുന്നത്? ആരാണ് നിങ്ങളുടെ സംഗീത സംവിധായകൻ? പേരോടാണ് സാർ. ആ പേര് എന്നോട് പറയരുത്. അതെ, പേരോടിനിപ്പോ പേരില്ല. സാറിപ്പോ സാറിന്റെ സ്വന്തം ഇനത്തിലാ പാടാറുള്ളത്. അല്ല, സാറിന് ആദ്യത്തെ ഹിറ്റ് എന്നത് പേരോടാണ് എന്നുള്ള കാര്യം മറക്കണ്ട. വിവരക്കേട് പറയാതെ മിസ്റ്റർ. ഞാൻ പാടിയത് കൊണ്ട് ആ പാട്ട് ഹിറ്റായത്. എന്റെ ശബ്ദമാണ് അവനെ വളർത്തിയത്. എന്നിട്ട് അഹങ്കാരി പറയാ എനിക്ക് ശ്രുതിയില്ല, ലയമില്ല, സംഗതി പോരാൻ. അതെ, സാറിന് ശ്രുതി ഇല്ല എന്നുള്ളതൊക്കെ അത് ഞാനും സമ്മതിച്ചു. പക്ഷെ സംഗതി ഇല്ലാന്ന് മാത്രം പറയരുത്. മുഴുവനും പറഞ്ഞുകൂടെ? എന്നിട്ട് മതി കരാർ ഉറപ്പിക്കാൻ. മുണ്ടക്കയത്തിന്റെ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി. എല്ലാരും ഒന്ന് വഴിമാറേ. വഴിമാറേണ്ട വൃത്തിയായിട്ട് താനെന്താ ഭരതനാട്യത്തിൽ പുതിയ സ്റ്റെപ്പ് കളിക്കാ? ഒരു ദിവസം 10 പാട്ടിൽ കൂടുതൽ പാടാൻ പറ്റില്ല.